ഞങ്ങളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലുള്ള സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. UDF സ്ഥാനാർത്ഥി കൂടിയായ പ്രിയങ്ക ഗാന്ധി അവർ തിരികെ മടങ്ങുന്നതിന് മുന്നോടിയായി സെന്റ് ജോസഫ് സ്കൂളിൽ പോളിംഗ് ബൂത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തിയാണ് തൽക്കാലം വലിയ തിരക്കില്ലാത്ത ഈ സ്കൂളിലേക്ക് അവർ ഈ സന്ദർശനം നടത്താനായി എത്തുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ, അതായത് ഇത്രയധികം ദിവസം നീണ്ട 28 ദിവസം നീണ്ട പ്രചാരണത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം 3 ഘട്ടങ്ങളിലായി വയനാട്ടിലെത്തി 7 നിയോജക മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോർണർ യോഗങ്ങൾ അടക്കം നടത്തിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് വലിയ തരത്തിൽ വയനാട്ടിൽ വോട്ടർമാർക്കിടയിൽ ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പൊതു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവർ കടക്കും എന്ന് ഉറപ്പായും കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും. അങ്ങനെയുള്ള മണ്ഡലത്തിലേക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോളിംഗ് ദിനത്തിൽ വോട്ടർമാരെ നേരിൽ കാണാൻ, ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തുന്നത്. മഞ്ഞ സാരി ഉടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയോട് ഉപമിക്കുന്ന തരത്തിൽ കൃത്യമായി അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ വരുന്നുണ്ട്. അത്തരത്തിലാണ് അവരുടെ രൂപസാദൃശ്യം. അങ്ങനെയാണ് അവർ വോട്ടർമാരെ കാണാനായി എത്തിയിരിക്കുന്നതും. അത് തന്നെയാണ് ഏറെ കൗതുകമുണർത്തുന്ന തരത്തിൽ വോട്ടർമാരെ കണ്ട് ചിരിച്ച് ഹസ്തദാനം നൽകി ഈ പോളിംഗ് ബൂത്തിൽ പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയെക്കാളും ഈ മണ്ഡലത്തെ ഒരു വൈബ്രൻ്റ് ആക്കാൻ, വോട്ടർമാരുമായി കൂടുതൽ സംവദിക്കാൻ, അവരെ ആവേശത്തിലാക്കാനൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന് പ്രിയങ്കയുടെ സന്ദർശനം നൽകുന്ന ഒരു പ്രതീക്ഷയും. ദേശീയ മാധ്യമങ്ങളടക്കം പ്രിയങ്കയുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ സാന്നിധ്യമുള്ള പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. വലിയ തിരക്കാണ്, പക്ഷേ അവർക്കരികിലെത്തി അവരോട് സംസാരിക്കാൻ മാധ്യമങ്ങൾക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനോടകം സമയം നൽകിയിട്ടില്ല. അത്തരത്തിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയൊട്ട് തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് UDF ക്യാമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് വയനാട് സമ്മാനിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ച് വിശ്വസിക്കുകയാണ്. കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളും ജില്ലയിൽ നിന്നുള്ള നേതാക്കളെല്ലാം പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം ഇവിടെയുണ്ട്. അവർ ഹസ്തദാനം നൽകി വോട്ടർമാരെ നേരിൽ കണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പ്രിയങ്ക തയ്യാറാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ബൂത്ത് തലം മുതൽ വലിയ പ്രവർത്തനങ്ങൾ പ്രിയങ്കയുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അവർ നേരിട്ട് ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം ക്യാമ്പ് ചെയ്തതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും പാലക്കാടുമൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അങ്ങനെ വലിയ ആവേശം, വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന് മുഴുവൻ നൽകിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ഈ വോട്ടെടുപ്പ് ദിനത്തിൽ മടങ്ങുന്നത്. എന്തായാലും ഇത്രയധികം ദിവസം പ്രിയങ്ക ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതിയിരുന്നില്ല എന്നതാണ് വസ്തുത. As I've said many times before, my expectation is that the people of Wayanad give me the chance to repay the love and the affection they've shown me, and to work for them and to be their representative. There are a lot of controversies regarding the Churanmala landslide issue and last Waqf board issue, and how is your response on these things? On this point, I don't think today is a day of talking about these controversies. I think it's the day for polling right now, and I just hope that everybody exercises their democratic right, comes out and votes. Will you close the majority of Rahul? That is to be seen. We will see. എന്തായാലും അത്തരത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. വലിയ പ്രതീക്ഷയോടെയാണ് അവർ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് മടങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ വലിയ ഭൂരിപക്ഷത്തെ മറികടക്കുമോ എന്ന് വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം വഖഫ് അടക്കം ചൂരൽമലയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിവാദങ്ങളടക്കം ഈ വിഷയങ്ങളിലൊന്നും താൻ കൂടുതൽ പ്രതികരണത്തിനില്ല ഈ ദിവസം എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് സെന്റ് ജോസഫ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥി കൂടിയായ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മടങ്ങുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, News 18.